ഗ്രേറ്റ് ഗ്രാൻഡ് മസ്താനിക്ക് ശേഷം ദേശിന്റെയോടൊപ്പം മുതുക്കനായി പെൻഷൻ പറ്റാറായിട്ടും പെമ്പിള്ളാരെ കാണുമ്പോൾ ഇക്കിളി മാറാത്ത അഭിഷേക് കുമാർ ധൂം 3ക്ക് ശേഷം എയറിൽ പോയ അക്ഷയ് ബച്ചനെ തിരിച്ചു വിളിച്ചുകൊണ്ടുവന്ന് കപ്പലിൽ വെച്ച് കാട്ടുപണ്ണക്കം പണിയ കാട്ടവരാത കോമാളിത്തരമാണ് ഹൗസ്ഫുൾ 5. സാധാരണ ABC ഒക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇതിപ്പോ വന്ന് സിനിമയിലും ആയി. എന്താണല്ലേ എന്തിനാണ് ഈ പടം എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടത്തിന്റെ ഓപ്പണിംഗ് സീനിൽ പേപ്പട്ടി അടിച്ച് കുത്തിവെപ്പ് എടുക്കാതെ പേ കയറി മൂത്ത് തെക്ക് വടക്ക ഓടുന്ന ആളെയാണ് കാണിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതോ ഹൊറർ ത്രില്ലർ ആയിരിക്കും. പക്ഷെ അതൊക്കെ വെറും തോന്നൽ മാത്രമാണ് കേട്ടോ. പടം തുടങ്ങുന്നത് കാശുകാരനും കാട്ടുകോഴിയുമായ ഇങ്ങനെ അറ്റാക്ക് വന്ന് ചാവാൻ കിടക്കുന്ന സീനിലൂടെയാണ്. നടികണ്ട്രാ ഗൈസ്, ഇവൻ ആരാണെന്ന് നിങ്ങൾക്ക് ലാസ്റ്റ് മനസ്സിലാകും. അങ്ങനെ കുറെ ശ്വാസം വലിച്ചിട്ട് ഇങ്ങേര് മയ്യത്താവും. അതിനുശേഷം ഇവരുടെ ഷെയർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മരിച്ചയാളുടെ ലോയർ അങ്ങോട്ടേക്ക് വരും. ഇനി അങ്ങോട്ട് കുറച്ച് ഡബിൾ മീനിങ് ജോക്കാണ്. എല്ലാം ചിരിക്കാൻ റെഡിയായിരുന്നോട്ടെ. ഇതൊക്കെ ചെയ്ത് വെക്കുമ്പോൾ ഡയറക്റ്റ് വിചാരിക്കുന്നത് തിയേറ്ററിൽ ആൾക്കാരിരുന്ന് ഇതായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറും സഹതാപം മാത്രമാണ് ഇങ്ങേരോട് തോന്നുന്നത്. ഇപ്പോഴാണ് അങ്ങേരുടെ സ്വത്തിന്റെ അവകാശി ജോളി എന്ന് പറയുന്ന ഏതാ കൊണിയാപ്പാച്ചനാണെന്ന് അറിയുന്നത്. ഇനി ജോളിക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് അവിടെ നടക്കുന്നത്. ഇനിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ടെസ്റ്റ്. ജോളി എന്ന പേര് വെച്ച് പൈസ മോട്ടിക്കാൻ വരുന്ന കുറെ എണ്ണം. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തേജാബായിക്ക് വാടകയ്ക്ക് വീട്ടുകാരെ വേണമെന്ന് പറയുമ്പോൾ അവിടേക്ക് തള്ളിക്കൊണ്ടുവരുന്ന കുറെ എണ്ണം ഇല്ലേ? അതേപോലെ അങ്ങനെ ആദ്യം വരണവന്റെ പേരാണ് ജലാബുദ്ദീൻ, രണ്ടാമത് വരണവന്റെ പേര് ജൽഫൂഷ്. രണ്ടെണ്ണം വന്ന ഒരു ഉളുപ്പില്ലാതെ പെണ്ണുങ്ങളുടെ മുമ്പിൽ നിന്ന് മുണ്ടുനോക്കി കാണിച്ചിട്ട് പറയും ഞാനാണ് യഥാർത്ഥ ജോളി എന്ന്. ഇത് നിരീക്ഷിക്കുമ്പോഴാണ് അടുത്ത ഓളിയുടെ വരവ്. കാശ് കിട്ടും എന്ന് പറയുമ്പോൾ സ്വന്തം തന്തയുടെ പേര് വരെ മാറ്റുന്ന കുറെ നിർഗുണ റോക്കറ്റുകൾ. ഈ പടത്തിലെ ജാക്ലിൻ ചേച്ചിയുടെ പേരാണ് ശശി. എന്തുള്ള പേരാണ്? പോയി തന്തയില്ലാത്തവന്മാരുടെ ഒറിജിനലെ കണ്ടുപിടിക്കണമല്ലോ. അതുകൊണ്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഡോക്ടറിനോട് പറയുന്നു. അതിന്റെ ഇടവേള ആനന്ദവരെ മകൻ ഒരു ഐറ്റം സോക്കും. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രിയാണ് ഡോക്ടറിനെ കൊല്ലുന്നത്. പിറ്റേ ദിവസം ആഫ്റ്റർ പാർട്ടി ഹാങ് ഓവറിൽ എണീക്കുന്ന കുമാരണ്ണന്റെ കുണ്ടിക്ക് നീളനൊരു ഓന്തിന്റെ വാലും നിക്കറിന്റെ ഇടയിൽ നിന്ന് ഒരു തോക്കും കിട്ടും. കൂടെ വേറൊരുത്തന്റെ പെണ്ടാട്ടിയെ. ഇത് കഴിഞ്ഞ് വേറെ റൂമിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ഡോക്ടറും പേഷ്യന്റും കളിക്കുന്ന ഈ രണ്ട് സാമാനം. ഇനിയിപ്പോ കൂട്ടത്തിലെ മൂന്നാമനെ തെരഞ്ഞ കപ്പലിന്റെ വെളിയിൽ പോകുമ്പോഴാണ് കോൽക്കളി കഴിഞ്ഞ് ക്ഷീണിച്ച് കിടക്കുന്ന ഈ നിർഗുണനെ കാണുന്നത്. പക്ഷെ എന്നിട്ടും കിട്ടാത്ത കുമാരണ്ണന്റെ പെണ്ണുമ്പിള്ളയെ തെരഞ്ഞ് നടക്കുമ്പോഴാണ് ആണി അടിച്ച് ഫിത്തി കയറ്റിയ മാതിരി ആശാട്ടി അവിടെ ഇരുന്ന് കാലുമേ കാലിട്ട് അടിക്കണം. എന്നിട്ട് എല്ലാം കൂടി ഹാളിൽ വന്ന കറക്റ്റ് സമയത്ത് പശ തീർന്നു പോയത് കാരണം മേൽക്കൂരയിൽ ഒട്ടിച്ച് വെച്ച ഡോക്ടറിന്റെ പൊടി താഴെ വന്ന് വീഴും. അയാളെ കൊന്നത് ഇവരാണെന്നും വെച്ച് ഇവരെല്ലാണത്തിനെ പിടിച്ച് ജയിലിൽ വിടും. കപ്പലിനകത്തും ബിഗ് ബോസോ. ഇതിനു മുന്നേ ഈ വാണങ്ങളെല്ലാം കൂടി അടുക്കളയിൽ പോയി കാണിച്ചു കൂട്ടുന്ന ഒരു അപരാധ ആറാമ്പറപ്പുണ്ട്. കുമാരണ്ണനെ കാണുമ്പോൾ ഈ കിളിക്ക് വേറൊരു കാര്യം ഓർമ്മ. കാരണം ഈ കിളിയുടെ തന്തക്കിളിയെ വാക്കം ക്ലീനർ വെച്ച് കൊന്ന ആളാണ് കുമാരണ്ണൻ. സോ ഇതിന്റെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി കുമാരണ്ണന്റെ സാമാനം കുത്തിപ്പറിക്കാൻ പോണ കിളി നേരെ ചെന്ന് ഹൃദയണ്ണന്റെ വായി കൊടുക്കും. ഇപ്പോഴാണ് കുമാരണ്ണന്റെ കുണ്ടിക്ക് പറഞ്ഞ് നിൽക്കുന്ന കിളിയെ വെടിവെക്കാൻ ഹൃദയണ്ണൻ പറയണത്. കേട്ടവാതി കേൾക്കാത്ത വാതി അണ്ണൻ തോക്കെടുത്ത് കാലിന്റെ ഇടയിലോട്ട് നിന്റെ കാലിന്റെ ഇടയിൽ കിടക്കണ കിളിയെ വെടിവെക്കാനല്ല അവൻ പറഞ്ഞത്. അങ്ങനെ ജയിലിലെ കൊണ കഴിഞ്ഞപ്പോ അടുത്ത പാട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പാട്ട് കഴിഞ്ഞ് കാള കാടി നക്കണ പോലെ ഇട പോലെ നിക്കണവന്മാരെ തലയിലെ കൂടെ നക്കി കഴിയുമ്പോഴാണ് യഥാർത്ഥ കില്ലറെ പൊക്കാൻ ലണ്ടനിൽ നിന്നും ഇന്ത്യൻ പോലീസിനെ വിളിച്ചു വരുത്തുന്നത്. ഈ തൈക്കളവന്മാരുടെ പേരാണ് ബിഡുവും ബാബുവും. ബാബുവിന്റെ ബിഡുവിന്റെ അവിടുത്തെ വക കുറെ എന്തൊക്കെ വിടല കോമാളിത്തരങ്ങൾ. ജയിലിൽ ചാടി നേരത്തെ മയ്യത്തായ ആളുടെ ഡെഡ് ബോഡിയും പൊക്കി എങ്ങോട്ടാ പോയി ഒരു അലമാരെ കൊണ്ടുപോയി ഒളിപ്പി. അപ്പോഴാണ് അവളുമാരെല്ലാം കൂടെ വന്നിട്ട് ദേണ്ട യവനാണ് കില്ലർ എന്ന് പറയുന്നത്. അങ്ങനെ അവളുമാരെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ട് അലമാരയുടെ അപ്പുറത്തെ ഡോർ തുറക്കുമ്പോഴാണ് കില്ലർ എന്ന് പറയണന്റെ ഡെഡ് ബോഡി അവിടെ നിൽക്കണത് കാണുന്നത്. അവന്മാർ ഇത്ര പൊട്ടന്മാരാടെ. നേരത്തെ ഒരു ശവം കൊണ്ടുവന്ന് അലമാരയുടെ ഒരു സൈഡിൽ കൊണ്ടുവച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അടുത്ത ഡോർ തുറന്നും കൊണ്ട് നോക്ക പോലും ചെയ്യാതെ താങ്ങിക്കൊണ്ടങ്ങ് പോയത്. അവസാനം അത് ഡെഡ് ബോഡി ആണെന്ന് അറിയുമ്പോൾ ഒരു ഊമ്പി അഭിനയുണ്ട് എന്റെ അമ്മോ. അപ്പൊ ഒരു പുതിയ ഒരു കണ്ടുപിടുത്തത്തിലോട്ട് എത്തും. ഡോക്ടറിനെ കൊന്നത് മരിച്ചുപോയ അങ്ങേരുടെ രണ്ടാമത്തെ ഭാര്യയുടെ അഞ്ചാമത്തെ പുത്രനാണെന്ന്. ഇതെന്തോന്നൊരു ഒരുമാതിരി കട്ടവനെ കിട്ടിയില്ല കിട്ടിയവന്റെ കോണാൻ കീറുക എന്ന അവനെ ജയിലിൽ അടച്ചതിന്റെ അന്ന് രാത്രി കുമാരണ്ണൻ ടോർച്ച് അടിച്ച് മുള്ളാൻ പോയിട്ട് നേരത്തെ കൊലപാതകം നടന്ന സ്ഥലത്ത് പോയപ്പോഴാണ് അങ്ങേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി രണ്ടാമന്മാര് വന്ന് പറയാൻ നിൽക്കുന്നത്. ആരെന്നറിയോ? രണ്ട് കൊരങ്ങന്മാര്. ഇയാളെ ഈ വഴി കൂടെ പോണ കാക്കയും കോഴിയും പട്ടിയും കിളിയൊക്കെ ഒന്ന് കയറി മാന്തിയിട്ട് പോണ എന്തിനാണ് എന്തോ. അങ്ങനെ കൊരങ്ങന്മാരെ ഇടിയും കൊണ്ട് വളിയിൽ പോയി താഴെ കിടക്കുമ്പോഴാണ് ദേണ്ട ഈ കല്ല് കിടക്കണ കാണുന്നത്. അതായത് ആരുടെ കയ്യിലെ ചെയിനിൽ നിന്നും പോയതാണിത്. ആ ചെയിനുള്ളവനാണ് കില്ലറെന്നും വെച്ചോണ്ട് പോകുമ്പോഴാണ് അവിടെ ഒരു വായിൽ 10 തവണ പറയുന്നും പറഞ്ഞുകൊണ്ടുള്ള പാട്ട് വെച്ച് ഡാൻസ് കിടക്കണത്. അങ്ങനെ പറയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് കപ്പലിന്റെ ഡ്രൈവറാണ് കൊലയാളി എന്ന് കണ്ടുപിടിക്കണത്. കണ്ടുപിടിച്ച ഉടനെ കറണ്ട് പോകുന്നു. തിരിച്ച് കറണ്ട് വന്നപ്പോ കാണുന്നത് കൊലയാളിയായ കപ്പലിന്റെ ഡ്രൈവർ ചത്ത് കിടക്കുന്നു. അങ്ങനെ അവിടേക്ക് ഇന്റർപോളിൽ നിന്നും തലയിൽ ചിക്കൻ മസാലയും വരട്ടി വേറൊരുത്തം വരുന്നു. ലുക്ക് കണ്ടാ തോന്നുന്നു നോർത്ത് ഇന്ത്യയിൽ നിന്ന് കുംഭമേളം കഴിഞ്ഞിട്ട് വരണ വരവാണ്. അയാൾ കേസ് അന്വേഷിക്കാൻ വന്നതാ അത് ഐറ്റം ഡാൻസ് കളിക്കാൻ വന്നതാ. അങ്ങനെ അവിടെ വന്ന് കയറിയ മൂലയ്ക്കും കണ്ടിരുന്ന ടേബിളിൽ മാങ്ങ പൂളണ മാതിരി 2 പീസാക്കിയ പോലീസുകാരന്മാരാണ് കില്ലറെന്നും പറഞ്ഞ് അവന്മാരെ കൊണ്ടുപോയി ജയിലിൽ. എന്നിട്ട് നേരത്തെ മരിച്ചവന്റെ ശരീരം ഉരുട്ടിക്കൊണ്ട് വന്നിട്ട് അതിനകത്തൊരു പെട്ടിയിൽ കില്ലറിന്റെ പടം ഉണ്ടെന്നും പറഞ്ഞ് എല്ലായിടത്തിനെയും സസ്പെൻസ് ത്രില്ലർ മോഡാക്കി വെച്ചിട്ട് ഉറങ്ങാം. ആ പട്ടിയുടെ പെട്ടിക്കകത്തുള്ള ഫോട്ടോയിൽ താനാണെന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു മണ്ട രാത്രി അവിടെ ചെന്ന് ആ പെട്ടി അറിവ് നോക്കുമ്പോൾ ഉണ്ട് പെട്ടിക്കകത്ത് കണ്ണാടി. ഗൈസ് ഇവനാണെന്ന് ശ്വാസം വലിച്ച് കിടന്നപ്പോ നാട്ടുകാർ മുമ്പിൽ നല്ല ഉള്ള ചമയാൻ വേണ്ടി കിടന്ന് കരഞ്ഞ് ഊറി മെഴുകിയത്. അങ്ങനെ കില്ലറെ പൊക്കുമ്പോഴാണ്
അപ്പോഴാണ് അവന് കൈപ്പണി ചെയ്ത് കൊടുക്കാൻ വേറൊരു അസിസ്റ്റന്റ് കില്ലർ ഉണ്ടെന്ന് അറിയുന്നത്. അതാരെന്നറിയോ? നിന്ന നിപ്പിൽ ഉറക്കം വരുന്നത് നമ്മുടെ ബച്ചൻ സാബ്. പിന്നെ ബച്ചൻ സാബിന്റെ കഥാവിവരണ കോണയം കഴിയുമ്പോഴാണ് യഥാർത്ഥ ജോളി വന്നൊരു ഏമ്പക്കം വിട്ട് 69 ബില്യൺ പറയുന്നു എനിക്ക് വേണ്ടെന്നും അത് നീയൊക്കെ കൊണ്ടുപോയി പുഴുങ്ങി തിന്നാൻ പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ ഒരു പബ്ലിക് പ്രോപ്പർട്ടിയെ മുക്കിക്കൊണ്ട് പോണത്. അതോടുകൂടി കപ്പലിൽ വെച്ച് പണി കാട്ടുപണ്ണക്കത്തിന് കട്ടന് വീഴും. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ പണിക്കുറവുള്ള ഒരേ ഒരാളെ ഉള്ളൂ. അത് ഈ പടത്തിന്റെ കോസ്റ്റ്യൂം ഡിസൈനറാണ്. കൈ കിട്ടുന്ന ഏതെങ്കിലും ഒരു തുണി എടുത്തൊരു കോണ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇടാൻ വേണ്ടി ആൾക്കാരവിടെ ക്യൂ നിൽക്കുകയല്ലേ. ചേട്ടാ സിനിമ കേസാ ഹേ പടം ബഹുത് അച്ചാ ഹേ ഭയ്യ, ഞാൻ പോയി ഒരു റോക്കറ്റ് വിട്ടിട്ട് വരാം.